ഹായ് ഹലോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിൻഡോയ് എന്ന് പറഞ്ഞൊരു ഐലൻഡാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മുടെ പല ഐലൻഡ് ഒരു ഫെറി സർവീസ് എന്ന് വെച്ചാൽ ബോട്ട് സർവീസ് എല്ലാ ഐലൻഡും ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐലൻഡിൽ ഞങ്ങൾ ഇറങ്ങിയില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് നെക്സ്റ്റ് ഡേ വന്നിട്ട് ലിൻഡോയ എന്ന പറഞ്ഞ ഐലൻഡിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഐലൻഡിൽ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓസ്ലോന്ന് ഏകദേശം 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 5ഓളം ഐലൻഡുകളുണ്ട്. എന്ന് വെച്ചാൽ ഹവോദയ, ഗ്രസോൾമൻ, ലിൻഡോയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 4-5ഓളം ഐലൻഡുകളുണ്ട്. ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾ ഹവോദയയിൽ പോയിട്ടുണ്ട്. പക്ഷെ ഹവോദയയിൽ പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ ആളുകളൊന്നും അവിടെ ഇല്ല. അവിടെ ജസ്റ്റ് എന്തെങ്കിലും ഈ ഹൈക്കിങ്ങിനും അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന് അതുപോലെ തന്നെ മറ്റേ മൊണാസ്ട്രി ഒക്കെ ഉണ്ട്. ഓക്കെ, പോട്ടെ നടക്കേ. ആ വഴിയിൽ എന്താ വീടാ? അത് വീടാണ്. ഇവിടെ ഒരു വീട് എടുക്കാം. ഇവര് ക്യാബിൻസ് ഇല്ലേ, ക്യാബിൻസ് ആണ്. കേട്ടല്ലോ, എന്താണ് ക്യാബിൻസ് ആണ്. ക്യാബിൻസ് എന്ന് പറയുമ്പോൾ ഇത് ചെറിയ ചെറിയ കോട്ടേജുകൾ പോലെ ഉള്ള ഒരിതാണ്. സാധാരണഗതിയിൽ ഇവിടെ ആളുകൾ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഈ സമ്മറിൽ മാത്രമേ ഇവിടെ ആളുകൾ താമസിക്കുന്നുള്ളൂ. ഇപ്പോൾ ഓസ്ലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല കാശുള്ള ആളുകൾ അവരിവിടെ ഇങ്ങനെ ഒരു കോട്ടേജ് പോലെ അതുപോലെ തന്നെ ക്യാബിൻസ് പോലെ അവർ സെപ്പറേറ്റ് വാങ്ങിക്കുന്നതാണ്. അവർ സമ്മർ ടൈമിൽ അവർ റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തിനേലൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന സ്ഥലമാണിത്. എന്തായാലും കുറേ ട്രാമ്പലിൻ കാണുന്നത് എന്നോട് ഇപ്പോഴും ട്രാമ്പലിൻ. ഇതേതാ സ്ഥലം? ഏതാ സ്ഥലം? ലിൻഡോയ ആ ഐലൻഡ്. ഏതാണ്? ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതിന് 2 വീക്സ് മുമ്പ് വരെ ഇവിടെ ഫുള്ളും മഞ്ഞുണ്ടായിരുന്നു. ഐസ് മൂടിക്കിടന്നുകൊണ്ടാണ് ഇത്തരം പച്ചപ്പുകൾ കുറവ്. അതുകൊണ്ടാണ് മരങ്ങളുടെ ഇലകളൊന്നും ഇല്ലാത്തത്. അത് സമ്മറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. സമ്മർ കുറച്ചും കൂടി ആകുമ്പോൾ ഏകദേശം 1 മന്തിനുള്ളിൽ തന്നെ ഇവിടെ കംപ്ലീറ്റ് 1 മന്ത് ആകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഇവിടെ ഏകദേശം ഫുൾ മരങ്ങളെല്ലാം പലതരത്തിൽ കളറുകളായിട്ടുള്ള ഇലകളും അതുപോലെ ഫുൾ ഗ്രീൻ ആയിട്ടുണ്ടാവും. എങ്ങനെയുണ്ടത്?
എന്നിട്ട് എടുത്തോ എന്തപ്പോ മാറ്റി വെച്ചു നിങ്ങൾ കളിച്ചോ? ഇത് വേറൊരു ഐലൻഡാണ്, ബ്ലെക്കോയ് എന്ന് പറഞ്ഞ ഐലൻഡാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഐലൻഡ്, ഓരോ ഐലൻഡും ഓരോ പ്രത്യേകത ഉണ്ട്. ഓരോ ഐലൻഡിനുള്ള എന്ന് വെച്ചാൽ ലൈറ്റ് അടിക്കുന്നതിനനുസരിച്ച് അവരുടെ കളറിനകത്തൊക്കെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇതും ചെറിയൊരു ഐലൻഡാണ്. പിടിച്ച് പിടിച്ച് കേറിക്കോ. ഒപ്പന്തിനാ കേറിക്കോ. കൊഴപ്പല്ല, നീ കേറ്. കൂടെ വരുന്നത് കയറാൻ പറ്റുന്നില്ലേ? അവിടെ മുള്ളുണ്ടോ ചേടി? അത് വെള്ളം വേണ്ട, ഇതിൽ കൂടെ വെക്കോ. അതാ പഴയ ഇപ്പൊ അങ്ങോട്ട് പോരെ. അതാ വീട്ടിലെ കാണാൻ പറ്റില്ല. പറ്റില്ല, അതാ വീട്ടിന്റെ ആണ്. പറ്റില്ല. ഇതിവിടെ അവസാനിക്കുന്നു. ഇവിടെ വരണം, ഞാൻ അങ്ങോട്ട് പോട്ടെ. പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ച് നടന്നു.
വരണ്ട. നല്ല ക്ലിയർ വാട്ടർ. ഒരു ചെറിയൊരു ഐലൻഡാണ്. അത്ര അധികം ചെറിയ കുറഞ്ഞ ആളുകൾ മാത്രം താമസിക്കുന്ന കുറേ വീടുകൾ കാണുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ആളുകളില്ല. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ക്യാബിൻ പോലെ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ Airbnb എന്നൊക്കെ പറയും. അപ്പം അത് ഇങ്ങനെ പ്രൈവറ്റ് കോട്ടേജസ് ആയിട്ട് ഇങ്ങനെ റെൻറ്റ് കൊടുക്കുന്ന ഓയോ റൂംസ് ഒക്കെ ഇല്ലേ, അതുപോലെയൊക്കെയുള്ള സംഭവം. ഇപ്പോൾ 7 o'clock ആയിട്ടുണ്ട്. പക്ഷേ സൺസെറ്റ് ആയിട്ടില്ല. കണ്ടോ, കളിഞ്ഞ് കാണണ്ടേ. എങ്ങനെയുണ്ട് ഐലൻഡ്? നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യും. വലിയ വലിയ കല്ലൊന്നും അതിനകത്ത് ഇടല്ലേ കേട്ടോ. ചെറിയ കല്ലിടാൻ പറ്റുള്ളൂ, വലിയ കല്ലിടരുത്. നീല ആകാശം, നീലക്കടൽ.